നമ്മളുടെ ഫസ്റ്റ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നമ്മളുടെ ഷോർട്ട് ഫിലിം യെസ് ബാബ. സോ അത് എനിക്ക് തോന്നുന്നു കറക്റ്റ് എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച്. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ എന്ന് പറയുമോ? അത് കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തന്നെ പേഴ്സണലി കുറേ അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയും, എൻ്റെ അമ്മ ഫിലിമിൽ വന്നിട്ടൊരു 35 ഇയേഴ്സ് എങ്കിലും ആയി. എന്നിട്ട് അങ്ങനെ ഒരാളുടെ മകളായിട്ട് പോലും എന്നെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുമ്പോൾ പല തട്ടിപ്പ് കോളുകളും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ആൾമാറാട്ടം നടത്തി വിളിച്ചിട്ടുണ്ട്. ആന്റണി പെരുമ്പാവൂരാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു വർക്കിൻ്റെ കാര്യം സംസാരിക്കാനോ എന്ന് പറഞ്ഞു. ഇമ്രാൻ ഹാഷ്മിയുടെ ഫിലിമിലേക്ക് വേണ്ടിയിട്ടൊരു ആർട്ടിസ്റ്റിനെ നോക്കുന്നുണ്ട് എന്നിട്ടൊരു കോള് വന്നു. അപ്പം ഞാൻ പറയണത്, ഇത്രയും ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ട് പോലും എനിക്ക് അത്രയും കോൾസ് വരുന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ഫേസോ ഈ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തൊരു പെൺകുട്ടിക്ക് എത്രമാത്രം അങ്ങനത്തെ കോൾസ് വരുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് അതൊരു ഐ ഓപ്പണിംഗ് ആയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് തന്നെ തിരഞ്ഞെടുത്തത്. അതേപോലെ തന്നെ എല്ലാവരെയും നമ്മൾ ആ കണ്ണിൽ കൂടെ കാണണ്ടെന്നും ഇതിലൊരു മെസ്സേജ് വരുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളും ഡെല്യൂഷണലായിട്ട് വിചാരിക്കുന്നതാണ്, നമ്മൾ ഒരുപാട് അങ്ങനത്തെ ഇൻസിഡൻസ് ന്യൂസിലും എല്ലാത്തിലും കാണുന്നതുകൊണ്ട് ആ ഒരു കണ്ണിൽ കൂടെ മാത്രമേ നമ്മൾ എല്ലാവരെയും കാണുന്നുള്ളൂ. അപ്പം അങ്ങനെ മാത്രമല്ല, എവറിത്തിങ് ഇസ് നോട്ട് ബ്ലാക്ക് ഓർ വൈറ്റ്, ഇറ്റ്സ് ഓൾവേസ് ഗ്രേ എന്നുള്ളൊരു. തീർച്ചയായിട്ടും നല്ല മനുഷ്യരും നമ്മളുടെ ഇടയിലുണ്ട് എന്നുള്ളത് ഒരു മെസ്സേജും കൂടിയാണ് അതിനകത്ത് വരുന്നത് അല്ലേ. അപ്പോൾ ലൈഫിൽ ഇങ്ങനെ ഒരു ഭയങ്കര പേടിച്ചു പോയ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് ടോട്ടലി നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ അങ്ങനെ മാറിപ്പോയ സംഭവങ്ങൾ? ശരിക്കും ഈ ഒരു മൂവി തന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എഴുതിയൊരു സ്റ്റോറിയാണ്. അപ്പം ഇത് ശരിക്കും ബോംബെയിൽ നടന്ന കഥയാണ്. ബോംബെ സിറ്റിയിൽ നിന്ന് കർജത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, അത് ഒരു 2-3 hours ഡ്രൈവ് ഉണ്ട് അവിടെ നിന്ന്. അപ്പോൾ ബോംബെ ഹൈവേ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടെ ഒന്നും നമുക്ക് വേറെ സൈഡ് റോഡോ ഒന്നും ഇല്ലാത്ത ഇങ്ങനെ ഒഴിഞ്ഞ വിജനമായ ഹൈവേ ആണല്ലോ. അപ്പോൾ എനിക്ക് തോന്നും അത് കേരളത്തിലേക്ക് ആ സ്ക്രിപ്റ്റിനെ ട്രാൻസ്ഫോം ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഭയങ്കര ഒരു ഭയാനകമായിട്ടുള്ള ഒരു ഇത് പോയി. കാരണം കേരളത്തിൽ എന്തൊക്കെയായാലും കുറേയൊക്കെ നമ്മൾ സേഫാണ്. നമുക്ക് ട്രിവാൻഡ്രം തൊട്ട് കണ്ണൂർ വരെ പോയാലും ആ ഹൈവേസിലും എല്ലാത്തിലും ആൾക്കാരുണ്ട്. അത്രയും വിജനമായ സ്ഥലങ്ങൾ കുറവാണ്. പിന്നെ ഏത് നാട്ടിൽ നിന്നും നമുക്ക് ട്രെയിനോ ബസ്സോ എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെ പെട്ടുപോയി എന്ന് പറയാൻ തക്കോണം ഇല്ല. ത്രൂ ഔട്ട് കേരള വി ആർ റിയലി ഡെവലപ്ഡ് ആക്ച്വലി. അപ്പോൾ നോർത്തിൽ അങ്ങനത്തെ പല സ്ഥലങ്ങളും ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും ഒരു സിറ്റിയിലേക്ക് എത്താൻ പറ്റാത്ത പോലത്തെ കുറേ വഴികളുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു റോട്ടിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ നമ്മുടെ ഒരു എക്സാജറേഷനും കൂടെ ആയിരിക്കും കേട്ടോ. അവനെ എഴുതുന്ന ആളാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എല്ലാ സിനാരിയോ കുറച്ചും കൂടെ ഒന്ന് കൂടുതൽ ആലോചിക്കുമല്ലോ. അപ്പോൾ അന്നിങ്ങനെ പോകുമ്പോഴൊക്കെ എനിക്ക് തോന്നുക, ഈശ്വര ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ പെട്ടുപോയാൽ എന്താവും, ഇയാൾ ശരിക്കുള്ളതാണോ, ഇയാൾ തട്ടിപ്പാണോ എന്നൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഓരോരോ തോന്നലുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അന്ന് അങ്ങനെ ആലോചിച്ച് വെച്ചു. പിന്നെ അതൊരു എക്സ്പീരിയൻസ് പോലെ വെറുതെ ഒരു ഷോർട്ട് സ്റ്റോറി പോലെ എഴുതി. പിന്നെ റീസെൻ്റ്ലി ആണ് അതൊരു ഷോർട്ട് ഫിലിം ആക്കാമെന്ന് തന്നെ വിചാരിച്ചത്. ബിക്കോസ് ഓൾറെഡി ഇങ്ങനെ കുറേ ഇൻസിഡൻസ് ഇവിടെ നടക്കുന്നുണ്ട്, ഈ ഒരു സബ്ജക്റ്റ് തന്നെ ചെയ്യാമെന്ന് തോന്നി. ഓക്കെ. അപ്പോൾ അത് മാത്രമല്ല, ഡയറക്ടറിനെക്കാട്ടിലും ഉപരി നല്ലൊരു ഡാൻസറാണ്, അതുപോലെ തന്നെ ആക്ട്രസ് ആണ്. സോ ഡാൻസർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ MA വരെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ബാക്കിയുള്ളവരിലേക്ക് ആ ഒരു നമ്മുടെ ഭരതനാട്യം എന്നുള്ളൊരു കലാരൂപം അത്രയും ഇഷ്ടത്തോടെ ചെയ്യണമെന്നാണല്ലോ. സോ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് ഒക്കെ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു, ഡാൻസ് സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ? ആക്ച്വലി MA എന്ന് പറഞ്ഞത് ഞാൻ BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് പഠിച്ചത് ചെന്നൈയിലെ SRM യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അന്ന് ഫിലിം ചെയ്യണം എന്നുള്ളൊരു ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് ചെന്നൈയിലേക്ക് മൂവ് ചെയ്തത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനായിട്ട് ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്തു. അപ്പം ചെന്നൈയിലെത്തിയപ്പോൾ തന്നെ എനിക്ക് ഡാൻസ് കുറച്ചും കൂടെ പഠിക്കണം എന്നൊരു തോന്നലുണ്ടായി. കാരണം അമ്മ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ കേരളത്തിൽ നമ്മൾ പഠിക്കുന്നതിനെക്കാട്ടിലും വളരെ ഡിഫറെൻ്റ് ആണ് തമിഴ്നാട്ടിൽ പഠിപ്പിക്കുന്ന ആ ഒരു രീതി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പിന്നെ പൊതുവെ ആർട്ടിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിറ്റി ആണല്ലോ. അപ്പോൾ ആർട്ടിനെ ഇഷ്ടപ്പെടാത്തവർ പോലും ഇഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഒരു രസത്തിന് ഡാൻസ് പഠിച്ചാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ അവിടെ ക്ലാസ്സസിന് ജോയിൻ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് BFA ഭരതനാട്യം ചെയ്തു. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ് MA ഭരതനാട്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഡാൻസിൻ്റെ ഒരു ഡിഗ്രി
ഡിഗ്രി ഒന്നും ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ക്ലാസ്സസിന് പോയി, അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇതിങ്ങനെ ജോയിൻ ചെയ്തുകൂടെ, അത് ഡിസ്റ്റൻസ് കോഴ്സ് ആയിട്ട് ചെയ്യാനുള്ള കൂട്ടത്തിൽ പോവല്ലോ, MA കഴിയുമ്പോഴത്തേക്ക് ഇതും കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെ ജോയിൻ ചെയ്തതാണ്. അങ്ങനെയാണ് 5 വർഷം കൊണ്ട് 4 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. സോ കഴിഞ്ഞ വർഷം ആസ് എൻ ഓതർ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ട്. സോ അപ്പോൾ തീർച്ചയായിട്ടും അത് എഴുതാനുണ്ടായിരുന്ന കുറച്ച് എന്തെങ്കിലും റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസ് എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ആസ് എൻ ഓതർ ആ ഒരു ബുക്കിൻ്റെ പുറകിലത്തെ ഒരു സ്റ്റോറി എന്ന് പറയാമോ? അതും ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി സമയത്ത് എല്ലാവരും അതൊരു ബ്രേക്ക് ആയിട്ടാണല്ലോ യൂഷ്വലി എടുക്കുക. അപ്പൊ എനിക്ക് ഈ ബ്രേക്ക് സമയത്ത് എന്തൊക്കെയോ ചെയ്യണം എന്ന് വിചാരിച്ചു കുറെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ചു മേ ബി ഇതുപോലെ സ്ക്രിപ്റ്റിന്റെ വർക്ക് ചെയ്യണം, ഓർ എന്തെങ്കിലും എഴുതണം, ഷോർട്ട് സ്റ്റോറീസ് ആയിട്ടോ എങ്ങനെയെങ്കിലും. വെച്ചാൽ ഡാൻസ് ചെയ്യാൻ പറ്റാത്തൊരു സമയമാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജേർണൽ ചെയ്യാൻ തുടങ്ങി. ചെറുതായിട്ട് എന്നും ഓരോ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടും ഒക്കെ എഴുതാറുണ്ടായിരുന്നു. ജനറലി വാട്ട് ഐ ഫെൽറ്റ് ആൻഡ് വാട്ട് ഐ ഏറ്റ് ആൻഡ് എവറിത്തിങ് ത്രൂ ഔട്ട്. അങ്ങനെയൊക്കെ എഴുതി വന്നപ്പോൾ വീട്ടിലൊക്കെ പലർക്കും വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അപ്പം അമ്മയ്ക്കും അച്ഛനും നിതേഷിനും ഒക്കെ ഇഷ്ടമായി. അപ്പം പറഞ്ഞു ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം നമുക്ക് റിലീസ് ചെയ്യാനില്ലല്ലോ, അപ്പം അതിന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷനും കൂടെ വേണമല്ലോ. അപ്പം ഞാൻ ചെയ്ത റിസർച്ചും കാര്യങ്ങളും വെച്ചിട്ട് ആയുർവേദ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഡാൻസ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, യോഗയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ, അങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ അതിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു, എൻ്റെ ടീച്ചേഴ്സിനോടും മെൻറ്റേഴ്സിനോടും ഒക്കെ സംസാരിച്ചിട്ട് അങ്ങനെ കുറേ പോയിന്റ്സും കൂടെ എഴുതി. പിന്നെ എൻ്റെ ഡോക്ടർ തന്നെയാണ് അത് വെറ്റ് ചെയ്തത് ഫൈനലി. കാരണം ഓരോ ട്രൈമസ്റ്ററിൽ നടക്കുന്ന ഓരോ വീക്ക്ലി ഡെവലപ്മെൻറ്റ്സിനെ പറ്റി, ന്യൂട്രീഷനെ പറ്റിയിട്ട് അങ്ങനത്തെ എല്ലാം ആഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് തന്നെ ഒരു അപ്രൂവൽ കിട്ടുമ്പോഴേ നമുക്കതൊരു സന്തോഷം. അങ്ങനെയാണ് അതൊരു ബുക്കാക്കാം എന്ന് വിചാരിച്ചത്. അങ്ങനെ ഡൽഹി വേൾഡ് ബുക്ക് ഫെസ്റ്റിലാണ് അത് ലോഞ്ച് ചെയ്തത് ലാസ്റ്റ് ഇയർ 2024. അതിനുശേഷം ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ പലരും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ചിലരൊക്കെ വായിച്ചു എന്ന് പറഞ്ഞിട്ട് മെസ്സേജൊക്കെ അയക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു വീഡിയോന് കിട്ടുന്ന മെസ്സേജസിനെക്കാട്ടിലും ഒരു ബുക്ക് വായിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സന്തോഷം തന്നെ. അതെ, തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആയിട്ടിരിക്കാണോ? എന്തെങ്കിലും പുതിയ സബ്ജക്ട്സ് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലാണോ? സബ്ജക്ട്സ് എപ്പോഴും ഉണ്ട്. ഐ തിങ്ക് വൺസ് യു ആർ എ സ്റ്റോറി ടെല്ലർ യു വുഡ് ഓൾവേസ് വാണ്ട് ടു സേ സ്റ്റോറീസ്. അതിപ്പോൾ വിഷ്വലി ആണെങ്കിലും റിട്ടേൺ ആണെങ്കിലും ഒക്കെ. അതെ, അപ്പോൾ ഡാൻസിലാണെങ്കിലും നമ്മൾ സ്റ്റോറി ടെല്ലേഴ്സ് തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ഫിസിക്കൽ എക്സസൈസിലൂടെ നമ്മൾ സ്റ്റോറി പറയുന്നു. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് കഥ പറയാൻ എപ്പോഴും ഇഷ്ടമാണ്. കുട്ടിക്കാലത്തും കഥ കേട്ട് വളർന്നതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ. അമ്മയച്ഛനൊക്കെ എപ്പോഴും കഥ പറഞ്ഞു തരാറുണ്ട്. അപ്പം അതിൻ്റെ ആയിരിക്കും അങ്ങനെ ഒരു താല്പര്യം. അപ്പം ചിലപ്പോൾ എഴുതാൻ വിചാരിക്കും, ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഫിലിം റൈറ്റിങ്ങും നമ്മൾ മറ്റേ നോവൽ റൈറ്റിങ്ങും വളരെ ഡിഫറെൻ്റ് ആണ്. സ്ക്രീൻ റൈറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ചില സബ്ജക്ട്സ് പക്ഷേ നമുക്ക് വിഷ്വലി ആക്കാൻ തോന്നും, ചിലത് പക്ഷേ കുറച്ചും കൂടെ ഒരു പ്രോസ് പോലെ എഴുതി പോകാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു റൈറ്ററാണ്, അതുപോലെ തന്നെ ഒരുപാട് ആലോചിക്കുന്നൊക്കെ ഒരാളായിരിക്കുമല്ലോ, ഒരുപാട് മനസ്സിലാക്കിയിട്ടും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ഒരാളായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു ലോകത്ത് ഇപ്പം നമ്മൾ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. നമ്മളിപ്പം മെയിൽ ഫീമെയിൽ മാത്രമല്ല, ഇപ്പം ഒരുപാട് LGBTQ അങ്ങനെ കുറേ ഉണ്ടല്ലോ. സോ അതൊക്കെ റിലേറ്റ് ചെയ്ത് ഒരുപാട് ഇഷ്യൂസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിഗ് ബോസിലൊക്കെ കാണുന്ന പോലെ ഒരു വേർതിരിവ് എല്ലാത്തിനും. സോ ഒരു റൈറ്റർ എന്നുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹി എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരാളെ മാറ്റി നിർത്തേണ്ട ആവശ്യം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ പൊതുവെ സമൂഹം വളരെ അക്സെപ്റ്റിംഗ് ആയി തുടങ്ങി. പണ്ടത്തേലും വെച്ച ആൾക്കാർ അത്ര ജഡ്ജ്മെന്റൽ അല്ല. പണ്ട് പലതും പലരുടെയും കാര്യത്തിൽ ഇടപെടാനും ഒക്കെ സൊസൈറ്റിക്ക് ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ എല്ലാവരും എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണല്ലോ. പ്രത്യേകിച്ച് നമ്മൾ എഴുതുന്നവരാകുമ്പോൾ എല്ലാ പെർസ്പെക്റ്റീവും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ സിനിമയുടെ ഹീറോ ആണെങ്കിലും വില്ലൻ ആണെങ്കിലും രണ്ടും എഴുതുന്നത് എഴുത്തുകാരൻ തന്നെയാണ്. അപ്പൊ എല്ലാവരുടെയും മനസ്സിലുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ, എല്ലാവരുടെയും ശരിയും തെറ്റും അറിഞ്ഞിട്ട് തന്നെ ചെയ്യണം. അപ്പൊ ഡെഫിനറ്റ്ലി എപ്പോഴും എല്ലാവരോടും വളരെ വെൽക്കമിങ് തന്നെയാണ്. ആ സമൂഹം അത്രയും മാറുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ വെബ് സീരീസിലാണെങ്കിലും ഒക്കെ വളരെ അക്സെപ്റ്റിംഗ് ആയിട്ടാണ് ലോകം മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെയും പെർസ്പെക്റ്റീവ്സ് കാണിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യം. ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? അവിടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? സത്യം പറഞ്ഞ കാണാറില്ല. ഫ്രണ്ട്സ് വരില്ല.